ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു നിർമ്മാണ വിസ്മയമാണ് ഇറ്റലിയിലെ പിസ ഗോപുരം. നിർമ്മാണ പിഴവ് കൊണ്ട് ചെരിഞ്ഞുപോയ ആ ഗോപുരം പിന്നീട് ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറുകയായിരുന്നു. നമ്മുടെ ഇന്നത്തെ യാത്ര പിസയിലെ ചെരിഞ്ഞ ഗോപുരം കാണാനാണ്. വെൽക്കം ബാക്ക് ടു മാളു മീനു വ്ലോഗ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പിസ ഗോപുരത്തിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. ഇതാണ് പിസ റെയിൽവേ സ്റ്റേഷൻ. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് പിസ ടവറിലോട്ട് പോകാനുള്ള ബസ് കിട്ടും. പിസ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1+ എന്ന ബസ് നമ്മൾ എടുത്താൽ നമുക്ക് പിസ ഗോപുരത്തിന്റെ ഫ്രണ്ടിൽ ചെന്നിറങ്ങാം. ഇതാണ് പിസ ഗോപുരത്തിന്റെ മെയിൻ കവാടം. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കച്ചവടക്കാരുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം. ആദ്യമേ കാണുന്നതാണ് മാമോദിസ പള്ളി, രണ്ടാമത് കാണുന്നത് ബസിലിക്ക, പിന്നെ അങ്ങേറ്റത്ത് കാണുന്നത് കണ്ടല്ലേ, അതാണ് പിസയിലെ ചെരിഞ്ഞ ഗോപുരം. പിസ ഗോപുരത്തിൽ കയറണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. പിസ ഗോപുരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ടിക്കറ്റ് എടുക്കുന്നത്. ഓൺലൈനായി നമുക്ക് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ചരിത്രം അറിയാവോ? അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഇവിടെ ബസിലിക്കയാണ് ഉണ്ടായിരുന്നത്. 1200 കാലഘട്ടത്തിൽ ഇവിടെ ഒത്തിരി ആൾക്കാർ മാമോദിസ സ്വീകരിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അവർ ഓർത്തു അവർക്കൊരു മാമോദിസ പള്ളി വേണമെന്ന്. അങ്ങനെയാണ് അവർ മാമോദിസ പള്ളി വന്നത്. ബസിലിക്ക മാമോദിസ പള്ളിയും പണിഞ്ഞതിന് അവരോർത്തു അവർക്കൊരു ബെൽ ടവർ വേണമെന്ന്. അങ്ങനെയാണ് അവർ ഈ പിസ ഗോപുരം പണിഞ്ഞത്. ഇതിൻ്റെ കുറച്ച് നില പണിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ചെരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇതിൻ്റെ പണി കുറച്ച് വർഷത്തേക്ക് നിർത്തിവെച്ചു. അതിന് ഇവരിത് പൊളിക്കാൻ ഒരാളെ ഏൽപ്പിച്ചു. അയാൾ പറഞ്ഞു ഇത് നമുക്ക് മുകളിലോട്ട് പണിയാൻ, കാരണം ഇതിൻ്റെ അടിത്തറയ്ക്ക് ബലമുണ്ടെന്ന്. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന പിസ ഗോപുരമായത്. ഇതിന് 9 നിലയാണ് ഉള്ളത്. 296 സ്റ്റെപ്പുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. ലിഫ്റ്റ് ഒന്നുമില്ല, നടന്നു വേണം കയറാൻ. പിസ ഗോപുരം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ പെട്ടതാണ്. ഇവിടെ വരുന്നവരുടെ എല്ലാവരുടെയും ഉദ്ദേശം പിസ ഗോപുരം ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത്, അപ്പം അതും പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ എടുക്കാനാണ്. ഞങ്ങളും കുറച്ച് എടുത്തായിരുന്നു. ഞങ്ങൾ വൈകിട്ടാണ് ഇവിടെ എത്തിയത്. ഗോപുരയിൽ എടുത്തുകൊണ്ട് ഇതിൻ്റെ വെട്ടം കുറച്ച് കുറവാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഞങ്ങൾ അവിടെ ഫുൾ കറങ്ങി മടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു സ്ക്വയർ കണ്ടു. ആ സ്ക്വയറിൽ വിക്ടോറിയ മാലിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പുത്തൻ വീഡിയോ ഞങ്ങൾ വീണ്ടും വന്നായിരിക്കും. അതുവരേക്കും ബൈ ബൈ.